ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തമിഴിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഓണം സീരീസിൽ വരുന്ന ഒരു 3 ധാവണി കളക്ഷൻസിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമെന്ന് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാമല്ലോ. ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഈ സെയിം ധാവണി തന്നെ, എനിക്കറിയാം. എന്നാലും ഇനി ആരെങ്കിലും ഒക്കെ കാണാനുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. നല്ല അടിപൊളി സെറ്റാണ്. പിന്നെ എടുക്കുമ്പം അതിൻ്റെ താഴത്ത് കുറച്ച് റിവ്യൂ ഉണ്ടാവും. അത്യാവശ്യം റിവ്യൂ ഉള്ളത് നോക്കി നിങ്ങൾ എടുക്കുക. കാരണം ചില സെറ്റിന് ദുപ്പട്ടയ്ക്ക് ലെങ്ത് കുറവായിരിക്കും. പിന്നെ ഇതുപോലെ പ്ലെയിൻ ദുപ്പട്ട ആയിരിക്കില്ല. ചിലതിൻ്റെ കൂടെ വർക്കുള്ള ദുപ്പട്ടയൊക്കെ ആയിരിക്കും. സൈഡിൽ ഈ ബോർഡറൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സിൽക്കിൻ്റെ ആയിരിക്കും. ജോർജറ്റ് ദുപ്പട്ട ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കുക. കാരണം ഞാൻ ആദ്യം ഓർഡർ ചെയ്തതിൻ്റെ കൂടെ എനിക്ക് വന്നത് സിൽക്ക് ദുപ്പട്ടയായിരുന്നു. പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തിട്ട് രണ്ടാമതാണ് ഈ ജോർജറ്റ് ദുപ്പട്ടയുടെ എടുത്തത്. മറ്റേത് എനിക്ക് ലെങ്ത് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇതിനെനിക്ക് അത്യാവശ്യം ഒരു ലെങ്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു മുട്ടിന് താഴത്തേക്കൊക്കെ ഈ ലെങ്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ എന്നൊക്കെ പറയാം. അല്ലാതെ വലിയ ഒറിജിനൽ കോട്ടൺ ഒന്നുമല്ല. അങ്ങനെ ഒരു ഒറിജിനൽ കോട്ടൺ പ്രതീക്ഷിച്ച് പോകുന്നവർ ഇത് എടുക്കണ്ട കേട്ടോ. ഇതൊരു സെമി കോട്ടൺ ഇല്ല, കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ നല്ല സിമ്പിൾ എലഗൻറ്റ് ക്ലാസി വെയർ ആണ് കേട്ടോ. നല്ല ലുക്ക് തരും. ഇതിൻ്റെ മെറ്റീരിയൽ കൈ കിട്ടുന്ന ടൈമിൽ നമുക്ക് അത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമ്മൾ അറിയുന്നത്. നല്ല അടിപൊളി ലുക്കായിട്ടുള്ള ഒരു ധാവണി സെറ്റാണ്. അപ്പം ഞാനിത് പ്രിഫർ ചെയ്യുകയാണ്. ഒരു 7 മാർക്ക് ഞാൻ ട്രെൻഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡെയിലി വെയർ അല്ലല്ലോ, ഫങ്ഷണൽ വെയർ ആണല്ലോ. അതായത് നമ്മുടെ ഓണം അതുപോലെ തന്നെ മാരേജ് ഫംഗ്ഷനൊക്കെ ആണെങ്കിലല്ലേ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ഒരു 7 മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല എലഗൻ ലുക്കായിട്ടുള്ള ഒരു ധാവണി സെറ്റാണ് കേട്ടോ ഇത്. പിന്നെ ഈ അടുത്ത ധാവണി സെറ്റ് എന്ന് പറയുന്നത് ഞാൻ മോൾക്ക് എടുത്തതാണ് കേട്ടോ. അത് കാണിച്ചു തരാം. അടിപൊളി ദുപ്പട്ടയാണ്. അതും ഫുൾ ജോർജറ്റ് ദുപ്പട്ടയല്ല കേട്ടോ. ഒരു ഷിഫോൺ മിക്സ് ജോർജറ്റാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഫുൾ ജോർജറ്റ് അല്ല, നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. അതിനും ഈ സൈഡിൽ നമ്മുടെ ബോർഡർ പോലെ വന്നിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ അല്ല, സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതും ഏതാണ്ട് ഒരു 2.5 മീറ്ററോളം തന്നെ, 2.20 തന്നെ ഇതും നമുക്ക് വരുന്നുണ്ട്. നല്ല എലഗൻ ലുക്ക്, നല്ല ഭംഗിയുള്ള ഒരു ലുക്കിലാണ് ഈ ദുപ്പട്ടയും വന്നേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നേക്കുന്നതും സെയിം മെറ്റീരിയലാണ്. ഞാനത് സ്റ്റിച്ച് ചെയ്തിരുന്നു, നമുക്ക് ഇതാണ് തയ്ച്ചിരുന്നു കേട്ടോ. അതിനും ഇതുപോലെ തന്നെ ലെങ്തി ബോർഡറാണ് വന്നേക്കുന്നത്. ഒരു 10-12 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്ററോളം ഇതിൻ്റെ ബോർഡർ തന്നെ വരുന്നുണ്ട് കേട്ടോ. രണ്ടിൻ്റെയും കണ്ടോ, ഇതാണ് എൻ്റെ ബോർഡർ. ഇത് സിമ്പിൾ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഇത് തയ്ച്ചിരിക്കുന്നത്. ഈ ഒരു കളറിലാണ് വരുന്നത്. ദെൻ അതിൻ്റെ സ്കേർട്ട് വന്നിട്ട് സെയിം നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്തതുപോലെ തന്നെയുള്ള സ്കേർട്ട് തന്നെയാണ്. പക്ഷേ ഇതിൽ കണ്ടോ, ഇതും അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിലാണ് വരുന്നത്. ഹെവി ബോർഡറായിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ. പക്ഷേ ഈ മെറ്റീരിയലിനെ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ നല്ല സൂപ്പറാണ്, അടിപൊളി മെറ്റീരിയലൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഈ നഖമൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയതില്ലേ, അങ്ങനെ ഒരു പ്രോബ്ലം ഈ മെറ്റീരിയലിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കോട്ടൺ ആണെന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ കോട്ടൺ നിൽക്കുന്നത് പോലെ ഇത് നിൽക്കുന്നില്ല. എവിടെയെങ്കിലും ഉടക്കി വലിഞ്ഞു കഴിഞ്ഞാൽ നൂല് നല്ലപോലെ വലിഞ്ഞ് അവിടെ വേറൊരു എന്താ പറയുക, ഒരു കളർ ഫെയ്ഡ് പോലെ ഇങ്ങനെ നൂല് വലിഞ്ഞ് വരുന്നുണ്ട് അവിടെ. ആ ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ ഈ മെറ്റീരിയലിൽ കാണുന്നുള്ളൂ കേട്ടോ. ഇതും ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് 4 മീറ്ററോളം സ്കേർട്ടിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1.3 മീറ്ററോളം നമുക്ക് ബ്ലൗസിനും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം രണ്ടാമത്തെ ഈ ഓപ്ഷനും നല്ലതാണ്. ഇതിന് ഞാൻ 10 ഒരു 8 മാർക്ക് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ കോമ്പിനേഷൻ അസാധ്യ കളർ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ഇത്തിരി എന്താ പറയുക, നമ്മൾ ഇത്തിരി ഫെയ്ഡ് കളർ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ചായി പോകുന്ന രീതിയിലുള്ളൊരു കളറാണിത്. എല്ലാവർക്കും, കളറുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ മാച്ചാവുന്ന ഒരു കളറാണ് കേട്ടോ ഇത്. പിന്നെ എന്താ പറയുക, ധാവണി എടുക്കാനായിട്ട് ഒരുപാട് നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വണ്ണം കൂടുതലാണെന്ന് വെച്ചിട്ട് ധാവണിയും മേടിക്കാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ധാവണി വെയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ണം കുറഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും നമ്മൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. വണ്ണം കുറയാൻ നോക്കി നിൽക്കുന്ന കാര്യമില്ല. ധാവണി നമുക്ക് എല്ലാവർക്കും മാച്ചാകും. വണ്ണം ഉള്ളവർക്കാണെങ്കിലും അതെ, വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിലും അതെ. പേടിക്കേണ്ട കാര്യത്തിൽ ധൈര്യമായിട്ട് വെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആഗ്രഹമല്ലേ, നമ്മളല്ലേ വെയർ ചെയ്യുക. അപ്പം ഇനി അടുത്തത് നമ്മുടെ 3ാമത്തെ ധാവണി സെറ്റാണ് കേട്ടോ. അത് ഭയങ്കര, അതായത് 10 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കും. പ്രത്യേകിച്ച് അതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ധാവണി സെറ്റാണ് കേട്ടോ. അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഓണം സീരീസിൽ ലാസ്റ്റ് വരുന്നുണ്ടല്ലോ, നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ധാവണി സെറ്റാണ് കേട്ടോ.
മസ്റ്റ് ബൈ ആയിട്ടാണ് ഇത് ഞാൻ എടുത്തത്. 6 610 രൂപയ്ക്കാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് 450 റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ദുപ്പട്ട നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. ചിലതിന് ലെങ്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ അടിപൊളി സാധനം അറിയോ, അതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ല ഒറിജിനൽ ജോർജറ്റാണ് വന്നേക്കുന്നത് കേട്ടോ. നല്ല ഒറിജിനൽ ജോർജറ്റിൽ ഗോൾഡും അതുപോലെ തന്നെ കോപ്പറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സെറിയാണ് കേട്ടോ സൈഡിൽ വന്നേക്കുന്നത്. അത് റെഡിൽ വരുമ്പോൾ എന്താ രസം നോക്കിയേ. ഇതിൻ്റെ കൂടെ എന്താ പറയുക, റെഡും ബ്ലാക്കും ആയിട്ടുള്ള കുപ്പികളൊക്കെ ആയിട്ട് പെയർ ചെയ്ത് ഓണം സെറ്റ് ആക്കാൻ, നല്ല കളറാക്കാൻ പോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക ട്രെൻഡല്ലേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കണ്ട എന്ത് രസം നോക്കി. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് മീൻസ് നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇതിനേക്കാളും ഒക്കെ കൂടുതൽ, അതായത് 2.25 2.25 മീറ്ററൊക്കെ ഈ ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള എന്താ പറയുക, നല്ല ക്ലാസി ആയിട്ടുള്ള എലഗൻ ലുക്ക് തരുന്ന ഒരു ദുപ്പട്ടയും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോട്ടൺ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് കണ്ടോ, ഇത് നമുക്ക് വരുന്നുണ്ട് 1.25 മീറ്ററോളം വരുന്നുണ്ട് ഈ മെറ്റീരിയലും. ഇത് നല്ല കണ്ടോ, നല്ല ബോർഡറായിട്ട് കണ്ടോ, നല്ല ഗോൾഡൻ ബോർഡറിലാണ് വരുന്നത് കണ്ടോ. റെഡ് അത് നല്ല ഒറിജിനൽ റെഡ്, നമ്മൾ കാണുന്ന റെഡ് അല്ല കേട്ടോ, ഒരു ബ്ലഡ് കളർ റെഡൊക്കെ ഇല്ലേ. ശരിക്കും ഞാൻ ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് ഇതൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ മെറൂൺ അല്ലേ, ഇതൊരു റെഡായിരുന്നു. പക്ഷെ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല തെച്ചിപ്പൂവില്ലേ, നല്ല റെഡ് കളറിലെ തെച്ചിപ്പൂ, ആ സെയിം കളർ. അതുപോലെ തന്നെ നമ്മുടെ ഓണം ലുക്കിന് ഇത് നല്ല ലോങ് ബോർഡറിൽ കൈ നല്ല ഫുൾ സ്ലീവ്, അതായത് 3/4 അല്ലെങ്കിൽ എന്താ പറയുക ഹാഫ് ഇത്രയുള്ള നമ്മുടെ ചെറിയ സ്ലീവൊക്കെ വെച്ചിട്ട് ഒരു ഹാഫ് സ്ലീവൊക്കെ വെച്ച് ഈ ഫുൾ ബോർഡർ വെച്ചിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ നല്ല എന്താ പറയുക നല്ല ട്രഡീഷണൽ വെയറിൽ നല്ല നെക്ലേസും അതുപോലെ ഹെവി ജുംക്കയൊക്കെ ഇട്ടിട്ട് മുല്ലപ്പൂവിന് പകരം നമുക്ക് നല്ല തെച്ചിപ്പൂവും തുളസിപ്പൂവും കൂടി മിക്സ് ചെയ്ത് കെട്ടത്തില്ലേ, അങ്ങനെ ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാണല്ലോ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നോക്കുക. ഇപ്പം കളക്ഷൻ ഔട്ടാവണതിന് മുമ്പ് തന്നെ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും ഇതുണ്ടോ, ഇതിൻ്റെ ഷോളെല്ലാം സ്കേർട്ട് വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതായത് പൊക്കത്ത് ഇത് താഴത്തെ ബോർഡറാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് വരുന്നത് കണ്ടോ, നല്ല ഹെവി ആയിട്ട് താഴത്തെ ബോർഡർ വന്നിട്ട് പൊക്കത്ത് ചെറിയ ബോർഡറാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സ്കേർട്ടിൻ്റെ പൊക്കത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് മുറിച്ച് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സിനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇൻ കേസ് നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാലും ഈ പട്ട വെച്ച് കൊടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ മറക്കരുത്. പൂ വയ്ക്കുമ്പോൾ നല്ല തെച്ചിപ്പൂവും അതുപോലെ തന്നെ തുളസിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക് തന്നെ കെട്ടാൻ പറ്റില്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് തന്നെ കെട്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടുമെന്ന് വേണ്ട. നമ്മുടെ വീട്ടിലുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക തനിയെ കെട്ടിയിട്ടാണെങ്കിലും തലയിൽ വെക്കാമല്ലോ. നമ്മളൊക്കെ പണ്ട് എങ്ങനെയാണ് കുഞ്ഞിലേക്ക് ഓണത്തിനൊക്കെ അമ്പലത്തിലൊക്കെ പോണ സമയത്തൊക്കെ വീട്ടിലുള്ള മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ തുളസിപ്പൂവും പിന്നെ അന്ന് കനകാമ്പരപ്പൂ ഉണ്ടായിരുന്നു. മെയിനായിട്ട് അതാണ് മുല്ലപ്പൂവും, കുറച്ച് മുല്ലപ്പൂ കാണും, ബാക്കി കനകാമ്പരപ്പൂ കാണും. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്നിച്ച് കെട്ടി തലയിൽ വെച്ച് കൊണ്ട് പോകുമായിരുന്നു ഓണത്തിനൊക്കെ. എന്തോ ഭയങ്കര ഒരു അഭിമാനമായിരുന്നു സ്വന്തമായിട്ട് ചെയ്ത് പോകുമ്പോഴൊക്കെ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരെയും ബ്ലാക്ക് കോമ്പിനേഷൻ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ദാവണി സെറ്റിൻ്റെ റിവ്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.